ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, നമ്മുടെ ആലു പറാത്ത. എന്നാലും ചിലർക്കൊന്നും ഇത് കൃത്യമായി ഉണ്ടാക്കുന്ന രീതി ഇപ്പോഴും അറിയില്ലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ടിഫിനാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഇതിന് ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല, അച്ചാറോ തൈരോ ഒക്കെ മതി കേട്ടോ. ഞാനിപ്പോൾ കഴിക്കുന്നത് മുറബ്ബ എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ വയറ് നന്നായിട്ട് ഫില്ലാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 3 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്നതൊക്കെ ഒരു 2-3 വിസിൽ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതിനാണ്, അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ പാത്രത്തിലോട്ട് മാറ്റി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇനി വേണ്ടുന്ന ചേരുവകൾ ആദ്യം തന്നെ പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, എല്ലാം പൊടിയായി അരിഞ്ഞതായിരിക്കണം കേട്ടോ. നമുക്കൊരു 2-3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആംചൂർ പൗഡറാണ്, ഡ്രൈ മാംഗോ പൗഡർ. അതായത് ഇതിന് നല്ല പുളിപ്പുണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഇത് ഇടുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ പച്ചമുളകും ഈ ക്രഷ്ഡ് ചില്ലിയും രണ്ടും കൂടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇത് 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകപ്പൊടി. പിന്നെ ഇത് നമ്മൾ അയമോദകമാണ് കേട്ടോ. അയമോദകം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വയറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയമോദകം നല്ലതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങല്ലേ രാവിലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വയറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഈ അയമോദകം ചേർക്കണമെന്ന് നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ജീരകവും ചേർക്കുന്നത് കേട്ടോ. ജീരകപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ജീരകം ചേർത്തേക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം എരിവ് നിങ്ങൾ 2 മുളകും ചേർക്കുന്നത് കൊണ്ട് തന്നെ എരിവ് നിങ്ങളെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കുക. അപ്പോൾ ഈ ബോൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മുടെ ഗോതമ്പ്, അതായത് ചപ്പാത്തി മാവാണ് നമ്മൾ ഇതിൻ്റെ ബേസായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉരുള ചെറുതായിരിക്കണം. ഈ പൊട്ടറ്റോ, അതായത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉരുള കുറച്ച് വലുതായിരിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ ചപ്പാത്തി കഴിക്കുമ്പോൾ നല്ല ഈ മസാലയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഉരുളയായിരിക്കണം, വലുതായിരിക്കണ്ടേ കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഞാൻ പിന്നെ ഓൾറെഡി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെക്കണം കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെ വേണേ. എന്നിട്ട് അത് നമുക്ക് ഉരുളകളാക്കി വെക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടറ്റോ ഉരുള വലുതായിരിക്കണം, നമ്മുടെ ഗോതമ്പ് ഉരുള കുറച്ച് ചെറുതായിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഉരുളകളെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പരത്തിയെടുത്താൽ നമുക്ക് നീറ്റായിട്ട് തന്നെ പരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഒരു പൂരിയുടെ വലുപ്പത്തിൽ ആദ്യം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ടേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ഞൊറിഞ്ഞ് എല്ലാം ഇങ്ങനെ മൂടിയിട്ട് എക്സ്ട്രാ വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് കളയാം. അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ അത് അവിടെ തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പറ്റിച്ചിട്ട് വെച്ച് കൊടുക്കാം. അതായത് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗോതമ്പ് മാവ് കുറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് മുറിച്ച് കളയുന്നത്. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫില്ല് ചെയ്ത് മൂടി വെക്കണം കേട്ടോ. കാരണം ഒട്ടും വെളിയിൽ കാണാൻ പാടില്ല. അപ്പോഴേ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പരത്തുമ്പോഴും കണ്ടോ, റോൾ ഇത് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനേ പാടുള്ളൂ. നമ്മൾ അമർത്തി അങ്ങ് പ്രസ് ചെയ്തൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് അതിൻ്റെ മേലെ കൈ വെച്ചിട്ട് റോൾ ഇങ്ങനെ ഉരുട്ടുമ്പം തന്നെ അത് നന്നായിട്ട് പരന്ന് കിട്ടും. സാധാരണ ഇത് നല്ല കുറച്ച് വണ്ണത്തിലാണ്, ഇത് ഒരു 1/2 ഇഞ്ച് വണ്ണത്തിലൊക്കെ അങ്ങനെയാണ് ഇത് പരത്തുക. പക്ഷേ എനിക്ക് അത്ര വണ്ണത്തിൽ പരത്തുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേർമയായിട്ട് പരത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാവേ. അപ്പം എൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ ഈ വണ്ണത്തിലാക്കി കഴിഞ്ഞാൽ അത് പൊങ്ങി വരും ബോൾ പോലെ. അപ്പം അങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനൊക്കെ അത് തൊലിയെന്ന് പറഞ്ഞിട്ട് പറിച്ച് കളയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നൈസായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് വണ്ണത്തിൽ പരത്തിയെടുത്താൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാനിതേ ഒന്നും കൂടി അങ്ങനെ കാണിച്ചു തരാം. ഇതേ നന്നായിട്ട് ചപ്പാത്തി ബോൾ ഒരു പൂരി വലിപ്പത്തിൽ പരത്തുക. അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഫില്ലിങ്ങും ഒക്കെ നന്നായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് അത്യാവശ്യം പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മളിങ്ങനെ പരത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ ഈ ഫില്ലിംഗ് ഒന്നും വെളിയിൽ വരാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനാദ്യം വേണ്ടത് നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് നേർമയായിട്ട് തന്നെ പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേർമയാക്കണം എന്നില്ല. ഇനിയിപ്പോൾ വേറൊന്നുമില്ല, തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതുപോലെ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് നെയ്യ് പരട്ടിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ നെയ്യല്ല ഇതിന് ഇങ്ങനെ
ബട്ടറാണ് കേട്ടോ. അതായത് നന്നായിട്ട് 2 ഭാഗവും മൊരിയുന്ന വിധത്തിൽ ചുട്ടെടുത്തിട്ട് പിന്നെ ബട്ടർ നമ്മൾ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതും സെർവ് ചെയ്യുന്ന സമയത്ത് ചൂടോടെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഞങ്ങൾക്കിവിടെ നെയ്യാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ 2 ഭാഗത്തും നന്നായി നെയ്യ് പുരട്ടിയിട്ട് എടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സംഭവം ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി ഇപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ ഇതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തതും ഇതുപോലെ തന്നെ നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഭാഗം പൊങ്ങി വരുന്നത്. അത് കുറച്ച് വണ്ണത്തിലാണ് നമ്മൾ പരത്തി എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇനി ഞാനിതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ എടുക്കുന്നത് മുറബ്ബ എന്ന് പറയും. ഇതിപ്പം നമ്മുടെ ചെറുനാരങ്ങ വെച്ചിട്ടുള്ള മുറബ്ബയാണ്. അത് നെല്ലിക്ക വെച്ചിട്ടും ഒക്കെ ഇവരുണ്ടാക്കും. ഇത് ഒരു സ്വീറ്റ് ഡിഷ് തന്നെയാണ്, പക്ഷേ എരിവും പുളിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നോർമലി ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിയില്ലാത്ത കട്ടി തൈര് അല്ലെങ്കിൽ അച്ചാർ കേട്ടോ, അത് രണ്ടും കൂട്ടി കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ സംഭവം നോക്കാം, അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ കണ്ടോ നോക്കിയേ. ഇത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. കോളേജിലായാലും സ്കൂളിലൊക്കെ ആയാലും കൊടുത്തു വിടാനും വീട്ടിൽ നിന്ന് കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.